ഗൈസ്, ഇന്ന് ഞാനും ജിയയും കൂടി രാവിലെ ഞായറാഴ്ചയായിട്ട് പള്ളിയിലോട്ട് പോവുകയാണ്. ഞങ്ങളുടെ കൂട്ടുകാരുടെ എൻഗേജ്മെന്റ് ആണ് ഇന്ന്. അപ്പോൾ രാവിലെ പോയാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ സാരിയാണ് ഉടുക്കണം. അപ്പം അത് ഉടുക്കാൻ പറ്റുള്ളൂ. കുറേത്തേക്ക് സാരി ഉടുക്കണമെന്ന് അറിയാൻ മേല, അതുകൊണ്ട് കുറേ നേരം പിടിക്കുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ പോയി. അങ്ങനെ അതേ നമ്മൾ മൂന്നുപേരും കൂടി പോവുകയാണ്. ഞങ്ങൾ സാരിയൊക്കെ ഉടുത്ത് ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സമയമില്ലായിരുന്നു. പെട്ടെന്ന് എല്ലാം ധൃതി പിടിച്ച് ചെയ്തത് കൊണ്ട് ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങളിത് ബസ് ഉണ്ടാകോ ഇല്ലെന്നൊന്നും അറിയാൻ ഞങ്ങൾ ബസ്സിനാണ് പോണത്. അതുകൊണ്ട് നടന്ന് ലാസ്റ്റ് ബസ് സ്റ്റോപ്പിൽ വന്ന് കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ബസ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവരുടെയൊക്കെ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കും, ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞാൽ അവരെന്തൊക്കെ സംസാരിക്കുകയാണ്. അപ്പം നമ്മളിതേ തങ്കിപ്പള്ളി വെച്ചിട്ടായിരുന്നു പരിപാടി. തങ്കിപ്പള്ളി വന്നപ്പോഴത്തേക്കും ആൻസി ഉണ്ടായിരുന്നു. അപ്പോൾ ആൻസി ആയിട്ട് നമ്മൾ കുറച്ച് കൊച്ചുവർത്തനൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. പാരിഷ് ഹാളിൽ വെച്ചിട്ടായിരുന്നു പരിപാടി. പാരിഷ് ഹാളിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് മറ്റേ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പള്ളിയിലെ പരിപാടിയൊന്നും കഴിയാത്തത് കൊണ്ട് നമ്മളതൊന്നും കുടിച്ചില്ല. അങ്ങനെ നമ്മൾ പിന്നെ പള്ളിയിൽ മനസ്സമ്മതത്തിൻ്റെ ചടങ്ങ് തുടങ്ങി. അപ്പം നമ്മൾ എല്ലാവരും കൂടി പള്ളിയുടെ അകത്തോട്ട് കയറി. അങ്ങനെ അവിടെ ചെറുക്കനും പെണ്ണൊക്കെ നിൽപ്പുണ്ട്. നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം കണ്ടിട്ട് പിന്നെ കാലൊക്കെ വിഷമിച്ചുകൊണ്ട് നമ്മൾ പുറകിൽ ബെഞ്ചിൽ പോയിരുന്നു. അപ്പോൾ അവിടെ കുഞ്ഞാവ ഉണ്ടായിരുന്നു. അവനെ കുറച്ച് നേരം നോക്കിക്കൊണ്ടൊക്കെ നിന്ന്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് വീഡിയോ എടുക്കാൻ നോക്കിയിട്ട് പറ്റണില്ല. പക്ഷെ കാല് വിഷമിച്ചുകൊണ്ട് ഞങ്ങൾ ബെഞ്ചിൽ തന്നെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളിത് അവിടെ വെച്ച് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പള്ളിയിലെ മനസ്സമ്മത ചടങ്ങുകളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അവർ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുമായിരുന്നു. ചെറുക്കനും പെണ്ണും അവിടെ നിന്ന് അവരുടെ ബന്ധുക്കാരെയൊക്കെ പരിചയപ്പെടുത്തി കൊടുത്ത് അങ്ങനെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. അപ്പം നമ്മൾ തങ്കിപ്പള്ളി വന്നിട്ട് കർത്താവിൻ്റെ അടുക്കലൊന്ന് കയറി കർത്താവിനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ തിരിച്ച് പരിശാലോട്ട് പോയി. പരിശാലോട്ട് പോയപ്പോഴത്തേക്കും വെൽക്കം ഡ്രിങ്ക് ഒക്കെ അടിച്ച് അവിടെ ജ്യൂസൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ അത് 2-3 എണ്ണം കഴിച്ചത്. ഇതാണ് നമ്മുടെ ചെറുക്കനും പെണ്ണും. നമ്മളത് പാരിഷ് അകത്തോട്ട് കയറുകയാണ്. അടിപൊളി പരിപാടിയായിരുന്നു. ഇതാണ് നമ്മുടെ തങ്കിപ്പള്ളിയിലെ പാരിഷ് ഹാൾ. ഞാൻ നേരത്തെ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചാണ് നടത്തുന്നത്. അപ്പോൾ അടിപൊളി നല്ല ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി രണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം നിന്ന് അവിടുത്തെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ കയറി ഗിഫ്റ്റൊക്കെ കൊടുത്ത് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്നത് കുറേ നാൾക്ക് ശേഷമാണ്. അപ്പം അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയി ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ ഫാമിലിയായിട്ടൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുവാണ്. ഞങ്ങളിവിടെ നിന്ന് വിഷമിച്ച് കുറേ നേരം കെസിനെയൊക്കെ നോക്കി നിന്ന് കെസിനെ കുറച്ച് ചിരിപ്പിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി വിശേഷമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വിശന്ന് പൊറിഞ്ഞിട്ട് മേലായിരുന്നു. അപ്പോൾ നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു. നമ്മൾ ചിക്കനും വാങ്ങിച്ച് ബീഫും വാങ്ങിച്ച് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഐസ്ക്രീമിൻ്റെ സെക്ഷനിലേക്ക് പോയി ഐസ്ക്രീം വാങ്ങിച്ചപ്പോൾ ഞാൻ ഐസ്ക്രീം കഴിക്കത്തില്ല. എനിക്ക് അലർജിയുടെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഐസ്ക്രീം കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ട് അവർക്ക് കൊടുത്ത് അവരെല്ലാവരും കൂടി എൻ്റെ ഐസ്ക്രീമും വാങ്ങിച്ച് കഴിക്കുകയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം എല്ലാവരും കൂടി ഇരുന്ന് കുറേ നാൾ കഴിഞ്ഞിട്ടല്ലേ കണ്ടു. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് നമ്മളിത് വീട്ടിലോട്ട് പോയി. ഇന്നത്തെ വീഡിയോ അത്രയുള്ള വീട്ടിൽ കാണുന്നത്.